ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്റ്ററി. ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അതിനോടൊപ്പം ഓൾ പ്രസ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് 10ന്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് √2 + √3 ഈസ് ആൻ ഇറാഷണൽ നമ്പർ അല്ലേ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? √2 + √3 ഈസ് ആൻ ഇറാഷണൽ നമ്പർ അല്ലേ. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അസ്യൂം ചെയ്യേണ്ടത്. എന്ത് ചെയ്യാൻ നമ്മൾ ലെറ്റ് us assume that √2 + √3 is a rational number. റാഷണൽ നമ്പർ ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? √2 + √3 എന്താണ് നമ്മുടെ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? p/q ഫോമിൽ എഴുതാൻ കഴിയുന്നതും അതുപോലെ തന്നെ പിയും ക്യൂവും എന്ന് പറയുന്നത് ഇന്റിജേഴ്സ് ആയിരിക്കണം. q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലെ. അങ്ങനെയുള്ള കേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? √2 + √3 ഈസ് ഈക്വൽ ടു p/qന് പകരം എന്തെഴുതാം? നമുക്ക് a/b എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ. നമുക്ക് ഇതിൽ എന്താണ്? എയും ബിയും നമുക്ക് എ ആൻഡ് ബി ആർ കോപ്രൈം നമ്പേഴ്സ് അല്ലെ. അതുപോലെ തന്നെ എന്താണ്? ബി നോട്ട് ഈക്വൽ ടു 0. ഇതാണല്ലോ ഇതിന്റെ കണ്ടീഷൻ. അപ്പൊ √2 + √3 ഈസ് ഈക്വൽ ടു a/b. ഇനി നമുക്ക് ഇതിനെ സ്ക്വയറിംഗ് ചെയ്യാം. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? √2 + √3 the whole square is equal to a/b the whole square അല്ലേ. നമുക്കിത് നോക്കിക്കേ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. a + b the whole square ഫോമിലാണ്. a + b the whole square ഫോം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? a² + b² + 2ab അല്ലേ. അത് വെച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. √2 the whole square plus √3 the whole square plus 2 into √2 into √3 is equal to എത്ര വരും? എന്ത് വരും? a² / b² അല്ലേ. ഇത്രയും ക്ലിയർ ആണല്ലോ. നോക്കിയേ, √2ന്റെ സ്ക്വയർ എന്താണ്? √2ന്റെ സ്ക്വയർ 2 അല്ലേ. √3യുടെ സ്ക്വയർ 3 plus 2 into √2 into √3 എന്ന് പറഞ്ഞാൽ 2√6 അല്ലേ. ഈസ് ഈക്വൽ ടു a² / b². ഇനി എന്ത് ചെയ്യേണ്ടത്? ഇവിടെ നോക്കിക്കേ, 2 + 3 ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ ഇവിടെ എങ്ങനെ വരും? 5 + 2√6 ഈസ് ഈക്വൽ ടു എന്താണ്? a² / b². ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഈ 5 എന്നുള്ളത് നമുക്ക് ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. എന്താണ്? ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ എന്താണ്? 2√6 ഈസ് ഈക്വൽ ടു a² / b² മൈനസ് 5 ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താണ്? മൈനസ് അല്ലേ. -5 എന്ന് വരും. ഇനി നമുക്ക് ഇതിന്റെ LCM കാണാം. 5 എന്ന് പറഞ്ഞാൽ 5/1. LCM എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? b² കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? b²ഉം b² ക്യാൻസൽ ചെയ്ത് പോവും. a² മൈനസ് 5 into b² 5b² അല്ലെ. ഇത്രയും ക്ലിയർ ആണല്ലോ. 2√6 എന്ന് പറയുമ്പോഴാണ് 2√6 എന്നുള്ളതാണ് a² മൈനസ് 5b² ഡിവൈഡ് ബൈ b² എന്ന് വന്നത് അല്ലെ. അപ്പൊ ഇനി നമുക്ക് എന്തെഴുതാം? √6നെ നമുക്ക് ഇപ്പുറത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് 2നെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. എങ്ങനെ എഴുതാം? അത് a² മൈനസ് 5b² ഡിവൈഡ് ബൈ b². ഈ 2 ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താണ്? ഡിവൈഡ് ബൈ 2 ആണ് അല്ലെ. എന്താണ്? 2 into √6 ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഇവിടെ വരുമ്പോൾ എന്താണ്? അത് ഡിവിഷൻ ആവും അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? a² മൈനസ് 5b²
ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, എന്താണ്, റെസിപ്രോക്കൽ എടുക്കണം അല്ലേ. 2ന്റെ റെസിപ്രോക്കൽ 1/2. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ. ഇനി നമുക്ക് √6 ഈസ് ഈക്വൽ ടു ഇങ്ങനെ വരും, a സ്ക്വയർ മൈനസ് 5b ഡിവൈഡഡ് ബൈ 2b സ്ക്വയർ അല്ലേ. ഈ a സ്ക്വയർ മൈനസ് 5b ഡിവൈഡഡ് ബൈ 2b സ്ക്വയർ എന്നുള്ളത് എന്താണ്, ഇതെന്താണ്, ഇൻഡിജേഴ്സ് ആണ് അല്ലേ, ഇൻഡിജർ പാർട്ടാണ്, ഇൻഡിജേഴ്സ് ആണ്. അപ്പം ഇത് എന്തായിട്ട് വരും, ഇൻഡിജേഴ്സ് പാർട്ട് ആണെങ്കിൽ എന്താണ്, ഇത് a സ്ക്വയർ മൈനസ് 5b ഡിവൈഡഡ് ബൈ 2b സ്ക്വയർ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പർ ആണ് അല്ലേ. a സ്ക്വയർ മൈനസ് 5b ഡിവൈഡഡ് ബൈ 2b സ്ക്വയർ ഈസ് ഈക്വൽ ടു റാഷണൽ നമ്പർ ആണ്. പിന്നെ എന്ത് ചെയ്യും നോക്കിക്കേ, ഇത് റാഷണൽ നമ്പർ ആയതുകൊണ്ട് തന്നെ എന്തായിട്ട് വരും, ഇത് √6ഉം റാഷണൽ നമ്പർ ആയിട്ട് വരും. ദാറ്റ് ഈസ് √6 ഈസ് എ റാഷണൽ നമ്പർ. നോക്കിയാൽ √6 എന്ന് പറയുന്ന റാഷണൽ നമ്പർ ആണ്. പക്ഷെ നമുക്കറിയാം √6 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറാഷണൽ നമ്പർ ആണ് അല്ലെ. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന എന്താണ്, ഇത് √6 എന്ന് പറയുന്ന റാഷണൽ നമ്പർ ആയിട്ടാണ് നമുക്ക് അസ്യൂം ചെയ്തതെന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ √2 + √3 എന്ന് പറഞ്ഞ റാഷണൽ നമ്പർ ആയിട്ട് എടുത്തത് കൊണ്ട് അത് അസ്യൂം ചെയ്ത് പ്രൂവ് ചെയ്തപ്പോൾ എന്താണ്, √6 എന്ന് പറഞ്ഞ റാഷണൽ നമ്പർ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്, റോങ് ആണ് അല്ലെ, തെറ്റായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ എങ്ങനെ എഴുതാം, ഇത് ദാറ്റ് ഈസ് √6 ഈസ് റാഷണൽ നമ്പർ, ബട്ട് വി നോ ദാറ്റ് √6 ഈസ് irrational number which is contrary to our assumption and hence √2 plus √3 is rational. Clear ആയല്ലോ. √6 is a rational number, but we know that √6 is a rational number which is contrary to our assumption and hence √2 plus √3 is irrational അല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, അതുപോലെ തന്നെ മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.